ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെഡ്മി നോട്ട് 11 ഒരു അൺബോക്സിംഗ് ആണ്. ഇത് നോർമൽ റെഡ്മി നോട്ട് 11 അല്ല, ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 11 ഈബോ എഡിഷൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. സോ സാധാരണ റെഡ്മി നോട്ട് 11 നിന്ന് ഈ ഒരു ഈബോ എഡിഷൻ എന്തൊക്കെ പ്രത്യേകതകളാണ് വരുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ ഈ റാപ്പിംഗ് മാറ്റാം. സോ റാപ്പിംഗ് മാറ്റുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഡിസൈൻ, ബോക്സ് ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ബ്ലാക്കും ബ്ലൂവും അതോടൊപ്പം ഒരു ഗ്രീനും ഫിനിഷാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഗ്രീന് കറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമായിരിക്കും, നമ്മുടെ റിയൽമി GT Neo 2ൻ്റെ അതേ എന്താ പറയുക ഒരു മയം വരുത്തുന്നുണ്ട് ഈ ഒരു ബോക്സിന്. ഇനിവേ നമുക്ക് ഈ ഒരു ബോക്സ് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് കറക്റ്റ് നമ്മുടെ പോക്കോ F3 GTയുടെ അതേ മോഡലിംഗ് ആണ്. സോ പോക്കോ F3 GT എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യയിൽ ഇറക്കിയ പോക്കോ F3 GT ആണ്. അത് ചൈനയിൽ ലോഞ്ച് ചെയ്ത് റെഡ്മി K40 ഗെയിം എൻഹാൻസ്ഡ് എഡിഷൻ എന്ന പേരിലാണ്. ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പൊങ്ങി മുകളിലേക്ക് വരും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ബോക്സിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്മാർട്ട് ഫോൺ എന്താ പറയുക, ഒന്ന് ലിഫ്റ്റപ്പായി മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ബോക്സിൻ്റെ ഡിസൈൻ. എനിവേ അത് നൈസ് തന്നെയാണ്. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ ടോപ്പ് ഷെല്ല് നമുക്ക് കിട്ടുന്നില്ല. ടോപ്പ് ഷെല്ല് കിട്ടുന്നത് ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സിൻ്റെ മുകളിലേക്കാണ് ടോപ്പ് ഷെല്ല് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഡിസൈനിലും ബോക്സ് ഇംപ്രഷനിലും നല്ല ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ ഇന്ത്യയിലേക്ക് ഇതിങ്ങനെ ഈ ഒരു ഡിസൈനിലായിരിക്കില്ല വരുന്നത്, ഈ ഈബോ എഡിഷൻ. സോ നേരെ നമുക്ക് ഈ ഒരു ചെറിയൊരു ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുമോ നോക്കാം. സോ പ്രോബബ്ലി എല്ലാ സ്മാർട്ട് ഫോൺസിലും കിട്ടുന്ന പോലെ തന്നെയാണ് ഒരു കേസ്. ഓക്കെ, കേസ് വേറെയാണ് കേട്ടോ. നമ്മൾ പറയുന്ന സിലിക്കൺ കേസ് അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്, ഈ ഒരു കേസ് ഡിസൈൻ നല്ല ഇമ്പ്രസീവാണ്. നല്ല ഗ്ലാസ് ഫിനിഷ് ഉള്ളൊരു കേസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ എനിവേ നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഗ്ലാസ്സിലും കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഡിസൈൻ തന്നെയാണ്. സോ ഏകദേശം പകുതി നമുക്ക് സാധാ ഒരു ഡിസൈനാണ്, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. സോ ഇവിടെയായിട്ട് ഈബോ ഡിസൈൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഈബോയുടെ സ്പെഷ്യൽ എഡിഷൻ ആണ്. സോ ഇവിടെയായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്ട്രിപ്പ് എക്സാക്ട്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഗ്രീനും ബ്ലാക്കും കൂടെ ഉള്ളത്. സെയിം ആസ് നമ്മുടെ റിയൽമി GT Neo 2 അതിൻ്റെ അതേ ബാക്ക് ഡിസൈൻ, ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ഡിസൈൻ ആ ഒരു ഗ്രീനും ബ്ലാക്കും കൂടെയാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ ഇവിടെ ചൈനീസിൽ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും നമ്മൾ പ്രത്യേകമായിട്ട് നോക്കുന്നില്ല. ഇതൊക്കെ മാറ്റി വയ്ക്കാം. ഇതിനകത്ത് എനിക്ക് കിക്ക് സ്റ്റാർട്ട് ഗൈഡും ഒരു സിം സെലക്ഷൻ ടൂളും മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ചാർജറും ഡേറ്റ കേബിളും കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴ് ഭാഗത്തായിട്ട് നമ്മൾക്ക് ഒരു സംഭവം തന്നിട്ടുണ്ട്. അത് എടുക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ടൈ വരും. നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോഴാണ് അതിൻ്റെ അകത്താണ് നമ്മുടെ ചാർജറും കേബിളും ഇരിക്കുന്നത്. സോ ഇത് USB Type-C കേബിളാണ്. പിന്നെ നമ്മുടെ ചാർജർ 67 വാട്ടിൻ്റെ ഒരു ചാർജറാണ്, ഒരു ഫാസ്റ്റ് ചാർജറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ കേബിളുമാണ്. സോ നമുക്ക് നേരെ ഇതിനെ പഴയതുപോലെ തന്നെ ഇതിനകത്തേക്ക് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു കേബിളും കൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ആ ഒരു കാർഡും കൂടെ. ഇനി നമുക്ക് നേരെ നമ്മുടെ ഡിവൈസിലേക്ക് പോകാം. അതായത് നമ്മുടെ റെഡ്മി നോട്ട് 11 ഈബോ ഡിസൈൻ. ഓക്കെ, സോ നമുക്ക് നേരെ ഈ ഒരു റാപ്പിങ്ങിന് നമ്മുടെ സ്മാർട്ട് ഫോൺ വെളിയിലേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക്. കറക്റ്റ് ആ ഒരു ക്യാമറ ബോർഡിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. ആ ഒരു ബാക്ക് പാനലിൽ മാത്രമേ ചെറിയൊരു എന്താ പറയുക ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരു ഗ്ലാസ് ഫിനിഷും ഒരു വല്ലാത്തൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ആൻഡ് ബിൽട്ടിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ സപ്പോർട്ട് ഫ്രണ്ടിലും ബാക്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എനിവേ ഈ ഒരു ബാക്ക് ഡിസൈനിൽ നല്ല ഇംപ്രസ്ഡ് ആണ്. ഇവിടെയുള്ള ഈ ഒരു സ്ട്രിപ്പി ഷാഡോസ് അതെല്ലാം എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഈബോ എന്ന് പറഞ്ഞ ഒരാളുടെ സൈനും കൂടെ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ പറയാനുള്ളത് ഈ ഒരു റെഡ്മിയുടെ ലോഗോയെ പറ്റിയാണ്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഈ ഒരു ലോഗോയ്ക്കകത്ത് നമ്മൾ ഷാഡോ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വെട്ടം അടിക്കുന്ന സമയത്ത് നമുക്കൊരു ഷാഡോ കാണാനായിട്ട് സാധിക്കും. അത് ഈ ഒരു ഫോണിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്ന പ്രത്യേകതയാണ്. ഞാൻ ഡിസൈൻ ആൻഡ് ബിൽഡിനെ കുറിച്ച് എടുത്ത് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫോണിലെ സ്പെസിഫിക്കേഷൻസിനേക്കാളും കൂടുതലും ഈബോ ഡിസൈനിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസൈൻ ആൻഡ് ബിൽഡിൽ ആണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേര് റെഡ്മി നോട്ട് 11 Pro വേറെ എന്തെങ്കിലും പേരിടുമായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ പോക്കോ M2ൻ്റെ തന്ന പോലെ പോക്കോ M2 റീലോഡഡ് അങ്ങനെ എന്തെങ്കിലും പേരായിരിക്കും. റെഡ്മി നോട്ട് 11 റീലോഡഡ് അല്ലെങ്കിൽ നോട്ട് 11 Pro. പേരൊന്നും പറയാൻ പറ്റില്ല, റീബ്രാൻഡിങ് ആണ്. അപ്പോൾ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഫോണ്ട് കൂടുതലാണ് ഈ ഒരു ബാക്ക് പാനലിൻ്റെ അകത്ത്. കുറേ ഫോണ്ടുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് താഴെയായിട്ട് എഴുതിയിരിക്കുന്നതാണ്. പിന്നെ സൈൻ അതെനിക്ക് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നി. കാരണം കൂടുതൽ ഫോണ്ട് എഴുതുന്നത് നമ്മുടെ പോക്കോ ആയിരുന്നു അല്ലെങ്കിൽ റിയൽമി ആയിരുന്നു, ഡെയർ ടു ലിപ്പിൻ്റെ ഒക്കെ വലിയ ബ്രാൻഡിങ്. ഇപ്പോൾ അതാ ഇവരും തുടങ്ങിയിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ റെഡ്മിയുടെ. പിന്നെ താഴ്ഭാഗത്തായിട്ട് എന്തൊക്കെയോ ചൈനയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിവേ ഈ ഒരു ടോർച്ച് അടിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഷാഡോ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് രീതിയിൽ റെഡ്മിയുടെ ഷാഡോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക. ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് ലോഞ്ച് ആവുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക. സോ നമ്മൾ എന്താ പറയുക ഒരു വെട്ടം അടിക്കുന്ന സമയത്ത് ഈ റെഡ്മിയുടെ ബ്രാൻഡിങ്ങിൻ്റെ ഷാഡോ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് ഫിനിഷിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എനിക്കും അത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. എനിവേ ബാക്ക് ഡിസൈൻ ആൻഡ് ബിൽഡിൽ നല്ല ഇംപ്രസ്ഡ് ആണ്. ഗൊറില്ല ഗ്ലാസിൻ്റെ സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്ലാസ് ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. 8.3 mm തിക്നെസ് ആണ് ഈ ഒരു ഫോണിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്.
അപ്പോൾ ഈ ഒരു ഫോൺ 207 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അത് കുറച്ച് വെയിറ്റ് ആണ്, കാരണം Mi 11 അൾട്രയുടെ അത്രയും വെയിറ്റ് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. അപ്പോൾ ടോട്ടലി ഞാൻ നല്ല ഇമ്പ്രസ്ഡ് ആണ്. ഡിസൈൻ വൈസിൽ നല്ല ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു ക്യാമറ മൊഡ്യൂളിലുള്ള സിൽവർ റിങ്ങും എല്ലാം സൂപ്പർബാണ്. പിന്നെ ഈ ഒരു പവർ ബട്ടണിൽ നമുക്കൊരു ഗ്രീൻ ഫിനിഷാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഈബോയുടെ സൈനിൽ കൊടുത്തിരിക്കുന്ന അതേ ഒരു ഗ്രീൻ ഫിനിഷ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സ്ട്രിപ്പ് വൈസ് എല്ലാം സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എന്താ ബാക്കി സ്പെസിഫിക്കേഷനിലോട്ട് കിടക്കാത്ത ഡിസൈനിൽ തന്നെ പറയുന്നത്. കാരണം ഡിസൈനാണ് ഈ ഒരു ഫോൺ ടോട്ടലി മാറ്റിയത്. ഈബോ ഡിസൈനാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത് ഈബോ ഡിസൈൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു സ്ട്രിപ്പിംഗ് വൈസിലും എല്ലാത്തിലും നല്ല രീതിയിലുള്ള ഗ്ലാസ് ഫിനിഷാണ്. പിന്നെ നമ്മുടെ Redmi Note 11 സാധാ Redmi Note 11 നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ലിമ്മി ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഗ്ലാസും അതോടൊപ്പം നമ്മുടെ Redmi Note 11 Proയിൽ കണ്ട ആ ഒരു ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു കട്ട്, ആ ഒരു ഫിനിഷ് നമ്മുടെ iPhone 11നെയും iPhone 12നെയൊക്കെ ഇൻസ്പയർ ആയുള്ളൊരു ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എനിവേ നല്ല രീതിയിലുള്ള ഡിസൈൻ ആൻഡ് ബിൽറ്റാണ് ഈബോ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു മിറർ ഗ്ലാസ് ഫിനിഷാണ് ബാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. കയ്യിലിരിക്കുമ്പോൾ തെന്നിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ സൂക്ഷിക്കുക. ചെറുതായിട്ട് കയ്യിൽ നിന്ന് തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈനിന്. അപ്പോൾ എനിക്ക് ഡിസൈൻ വൈസിൽ കുറച്ച് പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഫോണ്ട് ആൻഡ് ടെക്സ്റ്റാണ്. ഈ ഒരു സൈനും ഈ ഒരു റെഡ്മിയുടെ ലോഗോയുടെ പേരും പിന്നെ താഴെ എഴുതിയിരിക്കുന്ന ആ ഒരു വാക്യങ്ങളും എല്ലാം എന്താ പറയുക വളരെ അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു ഡിസൈനിൽ ആ താഴെ ഈ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നതൊന്നും വേണ്ടായിരുന്നെന്ന് എനിക്ക് ചില സമയം തോന്നിയിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലുക്ക് ആൻഡ് ഫിനിഷ് കൊണ്ടുവന്നേനെ. അപ്പോൾ എനിവേ ഡിസൈൻ ആൻഡ് വൈസ് നല്ല രീതിയിൽ തന്നെ ഈബോ ഡിസൈനിൽ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വെൽ ഇംപ്രസ്ഡ് ആണ്. സോ എനിവേ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, റെഡ്മി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. സോ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൂട്ടപ്പായി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കുന്ന സമയത്ത് 6.67 ഇഞ്ചസിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 120 Hz റീഫ്രഷ് റേറ്റ്, HDR10 സപ്പോർട്ടബിൾ ആണ്. 20:9 റേഷ്യോ ഡിസ്പ്ലേ ആണ്. 395 ppi LCD വരുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ കൂടെ നേരത്തെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈബോ ഡിസൈൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചൈനീസിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഈ ഒരു കാർഡ് നമുക്ക് തന്ന ഈ ഒരു ബോക്സിൻ്റെ തന്നെ കിട്ടിയ കാർഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു QR കോഡ് കാണുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ നമുക്ക് നേരെ QR കോഡ് എടുക്കാം. ഓക്കെ, QR കോഡ് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് റിഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ MIയുടെ തീം സ്റ്റോറിലേക്കാണ്. അവിടെ എന്താ പറയുക ഈബോ ഡിസൈൻ എന്ന് പറയുന്ന ഒരു തീം കിട്ടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോണിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു രീതിയിലുള്ള ലുക്കാണ് നമുക്ക് ലഭിക്കുന്നത്. സോ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു തീമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. എനിവേ നല്ല തീമാണ്, ഞാൻ നല്ല ഇംപ്രസ്ഡ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് MediaTekൻ്റെ Dimensity 920 എന്ന് പറയുന്ന ഒരു 5G പ്രോസസ്സറാണ്. 6nm പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പീഡൊക്കെ കിട്ടുന്ന ഒരു പ്രോസസ്സറാണ്. 888 5nm ആണെങ്കിൽ ഇതൊരു 6nm പ്രോസസ്സറാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സോ നമ്മൾ കൂടുതലായിട്ട് റിവ്യൂലേക്ക് കടക്കുന്നില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി പറ്റി സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ നേരത്തെ പറഞ്ഞ പോലെ 67 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് കിട്ടിയിരിക്കുന്നത്. 5760 mAhൻ്റെ ഒരു ബാറ്ററിയാണ് ഈ ഒരു ഫോണിൻ്റെ അത് കൊടുത്തിട്ടുള്ളത്. അത് നല്ല കാര്യം തന്നെയാണ്. സോ ബാറ്ററി ഉണ്ടായതുകൊണ്ടായിരിക്കും ഈ ഫോണിന് കുറച്ചുകൂടി വെയിറ്റ് തോന്നിക്കുന്നത്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഭാഗം കൂടെ ഉള്ളപ്പോൾ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സൈൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു സാധനം പിന്നെ ഈ ഒരു ചെറുതുമില്ലായിരുന്നെങ്കിൽ നല്ല ലുക്ക് കിട്ടുന്നൊരു ഫോണായിരുന്നു. എന്തോ അവരത് ആഡ് ചെയ്തു, അറിയില്ല. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഏകദേശം 27,000 രൂപയ്ക്ക് താഴെ കൊണ്ടുവരുന്നതെന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും നമുക്കറിയില്ല, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നാലേ പറ്റത്തുള്ളൂ. 27,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നതെങ്കിൽ നല്ലൊരു ബിഗ് ഡീലായിട്ടുള്ള സ്മാർട്ട് ഫോണാണ് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. സോ നിങ്ങൾക്ക് ചൈനീസ് വേരിയൻറ്റ് വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഉണ്ട്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കൺക്ലൂഷനിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ എടുക്കുക. പക്ഷേ ഇതിൻ്റെ പ്രോമാക്സ് വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി അറിയിക്കുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിലേക്ക് പോയി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദെൻ ദിസ് ഈസ് ആദ്യം സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടാവും. ടാറ്റാ.